ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു സോറി പറയാണ്ട്. ഖത്തർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും വേറെ കുറച്ച് എൻഗേജ്മെന്റ്സ് ഒക്കെ കാരണം എനിക്ക് എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. ഇനിയുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും ക്ഷമയ്ക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും ഖത്തർ വീഡിയോസ് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോവാം. ഖത്തർ ഡയറീസിലെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വൈകിട്ട് നമ്മൾ ഖത്തറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സൂക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്ന സൂക്ക് വക്കീഫ്. ഖത്തറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ പറയുന്ന സൂക്ക്. ഈ സൂക്കിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് ഈ കാണുന്ന ദ ജയന്റ് ഗോൾഡൻ തം സ്റ്റാച്യു. ഇതിനൊരു ഫ്രഞ്ച് നെയിമാണുള്ളത്, ലുപ്പൂസ്, അതായത് ഇംഗ്ലീഷിൽ ദ തംപ്. ഇതിനൊരു ഫ്രഞ്ച് നെയിം വരാനുള്ള കാരണം ഇതൊരു ആർട്ട് വർക്ക് ഓഫ് എ ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആണ്. ആ ഫ്രഞ്ച് ആർട്ടിസ്റ്റിന്റെ പേര് സീസർ ബൽദാച്ചിനി. ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യണേന്ന് എനിക്കറിയില്ല. എന്തായാലും പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഈ സ്റ്റാറ്റ്യൂ 2019 ഖത്തർ മ്യൂസിയം ഈ സൂക്ക് വക്കീഫിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന്റെ റീസൺ തന്നെ 2019 ഏഷ്യ കപ്പിൽ ഫൈനൽ റൗണ്ട് ജപ്പാൻ ആൻഡ് ഖത്തർ ജയിച്ചതിന്റെ ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സൂക്കിലെ അടുത്ത അട്രാക്ഷൻ ആണ് ഈ കാണുന്ന ബേക്കറി. ഇതിന്റെ പേരാണ് അൽ-ലൈഖ ബേക്കറി. ഇതൊരു പാലസ്തീൻ ബേക്കറിയാണ്. ആൻഡ് ഈ കടയിൽ തിരക്കൊന്ന് നോക്കിക്കേ ഗൈസ്. അകത്തുനിന്ന് തുടങ്ങിയേക്കുന്ന തിരക്ക് ക്യൂ നീണ്ട് പുറത്ത് വരെ ഒരു നീണ്ട ക്യൂ ആണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെയും ഇൻക്ലൂഡിങ് അസ് വെയിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാനായിട്ടാണ്, കുനാഫ. ഞാനൊരു കുനാഫ ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ കുനാഫ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 10 on 10 തന്നെ പറയണം. അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കുനാഫ കയ്യിൽ കിട്ടി. നമ്മൾ വാങ്ങിച്ചത് ക്രീം കുനാഫ ആയിരുന്നു. 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറും മറ്റേത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഹാർഡ് ഒരു ക്രഞ്ചി ടെക്സ്ചർ ആയിരുന്നു. ആൻഡ് ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം ആസ്വദിച്ചാണ് ഈ കുനാഫ കഴിച്ചത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ക്രഞ്ചിനെസ് കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടെക്സ്ചറാണ്. രണ്ടും അടിപൊളിയാണ് ഗൈസ്. ഒന്നും പറയാനിട്ടില്ല. വായിൽ ഇട്ടാൽ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോവും, അത്ര ടേസ്റ്റ് ആയിരുന്നു. എനിക്കിത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ വീണ്ടും കൊതിയാവുന്നത് കഴിക്കാനായിട്ട്. എൻ്റെ തീറ്റ ഉണ്ട് നിങ്ങൾ ഓർക്കരുത്. എനിക്ക് എൻ്റെ ഇത്ര ആക്രാന്തം എന്നുള്ളത്. ആ സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ആൻഡ് കുനാഫ ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ബേക്കറിയുടെ അകത്ത് കുനാഫ മാത്രമല്ല ഗൈസ്, വെറൈറ്റീസ് ഓഫ് ഡെസേർട്സ് ആൻഡ് സ്വീറ്റ്സ് ഉണ്ട്. ഈ കട കാണാൻ തന്നെ ആക്ച്വലി നല്ല ഭംഗിയാണ്. നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഈ സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതും അതിൻ്റെ നല്ല മണവും ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നും നമുക്ക് പല സ്വീറ്റ്സും ട്രൈ ചെയ്യാൻ. പക്ഷെ നമ്മൾ കുനാഫ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ ഒരു കടയുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടർ, അവരുടെ മെയിൻ ഫോക്കസ് എന്താണ്, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ആ ബേക്കറിയുടെ അകത്ത് തന്നെ അവരിങ്ങനെ റൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹരിച്ചേട്ടൻ ഈ വീഡിയോയിൽ വരാനായിട്ടുള്ളൊരു മടി ഉണ്ടായിരുന്നേ ഉള്ളൂ ഗൈസ്. ഈ ബേക്കറിയുടെ അകത്ത് കൊണ്ടുപോയി വീഡിയോസ് എടുക്കാനായിട്ടും എൻ്റെ കൂടെ വന്നതും ഒക്കെ ഹെൽപ്പ് ചെയ്തത് ഹരിച്ചേട്ടനാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഹരിച്ചേട്ടൻ ഒരു താങ്ക്സ് പറയുന്നു. സോ നിങ്ങൾ ആരെങ്കിലും ഖത്തറിൽ വരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ് ഔട്ട് ചെയ്ത് പോകണ്ട. ആൻഡ് സൂക്കിൻ്റെ അകത്ത് ഈസിയാണ് സ്പോട്ട് ചെയ്യാനായിട്ട്. ഈ ജയന്റ് തമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആൻഡ് ഖത്തറിൽ വേറെ സ്ഥലങ്ങളിലും ഈ ബേക്കറി ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഇവിടുത്തെ കുനാഫ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ നമ്മൾ കുനാഫയൊക്കെ കഴിച്ച് സൂക്ക് കാണാനായിട്ട് തുടങ്ങി. ആൻഡ് ഗൈസ് ഒന്നും പറയാനായിട്ടില്ല. ഇതൊരു ഏക്കർ കണക്കിന് വിസ്തരിച്ച് കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നണേ. ഒരറ്റത്തും തുടങ്ങി നമ്മൾ അത്ര അറ്റത്ത് വരെ എത്തുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവുന്നത് മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പോയതൊരു ഫ്രൈഡേ ആണ്. നല്ല ക്രൗഡുള്ള സമയം തന്നെയായിരുന്നു. ആൻഡ് തണുപ്പ് ഒന്നും പറയാനില്ല ഗൈസ്, നല്ല വിറയ്ക്കുന്ന തണുപ്പും കൂടി ആയിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ഹാപ്പണിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ശീശ വലിക്കുന്നെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കുറേ ഷോപ്പ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഹാപ്പണിങ് ആയിട്ടുള്ളൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് സൂക്ക് ഫീൽ ചെയ്തത്.
നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആവാൻ തന്നെ അവിടെ നിന്ന് ഒരു സൊവനീറും കൂടി വാങ്ങിക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ സൂക്കി പോയപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന കാര്യമായിരുന്നു ഖത്തറിന്ന് എഴുതിയേക്കുന്ന ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാനും അനീഷും കൂടി ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ നോക്കി ഞങ്ങൾ തമ്മിൽ തീരുമാനമായി. അവസാനം അനീഷ് എന്നെ സെലക്ട് ചെയ്ത ഖത്തറിന്ന് എഴുതിയേക്കുന്ന ഒരു മാഗ്നറ്റ് നമ്മൾ വാങ്ങിച്ചു. ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് ഞാൻ അഡ്വർടൈസ് ചെയ്തപ്പോൾ ആ കടയുടെ മുതലാളി എന്നെ പ്രോത്സാഹിപ്പിച്ചതാണ് കണ്ടത്. നമ്മൾ പോയ സമയത്ത് അവിടെ ഇന്റർനാഷണൽ ഹണി എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറിയപ്പോൾ തന്നെ പല പല രാജ്യത്തു നിന്നുള്ള ഹണീസിൻ്റെ എക്സിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒമാൻ്റെ സ്റ്റോൾ കണ്ടപ്പോഴേക്കും മനുഷ്യന് വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ ആ സൂക്കിൻ്റെ അകത്ത് തന്നെയുള്ള സ്പൈസസിൻ്റെ ഷോപ്സ് ആയിരുന്നു. കുറേ വെറൈറ്റീസ് ഓഫ് സ്പൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ കുറേ ഐറ്റംസ് അല്ലാത്ത അവരുടെ ആയിട്ടുള്ള തന്നെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടു. പിന്നെ കുറേ സ്നാക്സ്, ചോക്ലേറ്റ്സ്, പിന്നെ ഈ പീനട്ട്സ്, പിന്നെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഉണക്കിയ നാരങ്ങ, അങ്ങനത്തെ കുറേ സ്പൈസസ് ഒക്കെ കണ്ടു. നമ്മൾ അങ്ങനെ കയറി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കണ്ടു പോകുന്നതേ ഉള്ളൂ കേട്ടോ. സൂക്കിൻ്റെ അകത്തുള്ള ഒരു പെറ്റ്സ് മാർക്കറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം പെറ്റ് ആനിമൽസ് ഉണ്ടായിരുന്നു അവിടെ. ഈ റാബിറ്റ്സിനെയും ലവ് ബേർഡ്സിനെയും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ റാബിറ്റ്സ് ഒക്കെ ചിലത് നല്ല നല്ല ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഉടുപ്പും ബെൽസ് ഒക്കെ കിട്ടിയിട്ട് ഉണ്ടായിരുന്നു അവിടെ. പണ്ട് മുതലേ ഖത്തറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു ഇത്. സ്പൈസസും പെറ്റ്സും അങ്ങനെ പല പല കച്ചവടങ്ങളും നടന്നിരുന്ന ഒരു സ്ഥലം. പിന്നെയാണ് ഇപ്പോൾ ഇത് വൺ ഓഫ് ദ ഒരു ഫേമസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ ആയത്. ഖത്തറിൽ വന്നിട്ടുണ്ടെങ്കിൽ സൂഖ് വഖീഫ് കാണാതെ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഞങ്ങളെല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. വസുബീബൊക്കെ അങ്ങ് ആകെ തളർന്നു. കുറേ നേരം സ്നേഹിച്ചേച്ച് അവളെ എടുത്തുകൊണ്ട് നടന്നായിരുന്നു. ഞങ്ങൾ സൂക്കൊക്കെ കണ്ടോട്ടെ എന്നോർത്ത്. അങ്ങനെ അത്യാവശ്യമൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സൂക്കിനോട് ബൈ ബൈ പറയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഖത്തറിൽ വരുന്നവർ ഈ സൂഖ് വഖീഫും അതേപോലെ തന്നെ അൽ ഏക്കറിലെ കുനാഫയും മിസ് ഔട്ട് ചെയ്യണ്ട. മസ്റ്റ് ട്രൈ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഡേ 1 ഖത്തർ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോയ സ്ഥലങ്ങളും ബേക്കറിയും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നമ്മളെ ഇൻസ്റ്റയിലും കൂടി ട്രിപ്പ് ലൈനെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.